ഹലോ ഫ്രണ്ട്സ്, അടുക്കളയിൽ നിന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് തേങ്ങ ഒതുക്കിയിട്ടുള്ളൊരു പീര വെച്ചിട്ടുള്ള, അതായത് തേങ്ങാപ്പീര ഒതുക്കി വെച്ചിട്ടുള്ളൊരു ബീൻസിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ടക്കനെ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ആണെങ്കിലും കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം. ബീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. പക്ഷെ തോരനാകുമ്പോൾ ഇതുപോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അതിലേക്ക് ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ബീൻസിൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ നമുക്കിവിടെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് വേവിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിവിടെ വേപ്പില തേങ്ങയുടെ കൂടെ അരച്ചാണ് ഇടുന്നത്. അപ്പോൾ മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് ബീൻസ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിള വന്നതിന് ശേഷം വേണം നമ്മളത് അടച്ചു വെക്കാനായിട്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് വെന്ത് കിട്ടും. ബീൻസ് ഇവിടെ വെന്ത് വരുന്ന നേരം നമുക്ക് അതിലേക്ക് ഇടാൻ വേണ്ടുന്ന തേങ്ങ കൂട്ട് റെഡിയാക്കി എടുക്കാം. ഇവിടെ തേങ്ങ ചിരകാൻ മടിയായതുകൊണ്ട് ഞാൻ തേങ്ങ കൊത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊത്തു കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അധികം ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഞാൻ വലിയ പച്ചമുളകല്ല, ഒരു മീഡിയം സൈസ് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, പെരുംജീരകമല്ല സാദാ ജീരകം, അതിട്ട് കൊടുക്കുക. ഒരു 2-3 ഇതള് വേപ്പില, കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. ഇത് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് ഒരു 5-8 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ സാധാരണ മിക്സി തിരിച്ച് കറക്കുന്നത് പോലെയല്ല, റിവേഴ്സ് നമ്മൾ പൾസ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച അല്ലെങ്കിൽ ഒരു ഒതുക്കിയ പരുവത്തിൽ തേങ്ങാപ്പീര എടുക്കുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഇങ്ങനെ വിട്ട് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീൻസിലേക്ക് ഇടുമ്പോഴത്തേനും ആ ഒരു എന്താ പറയുക, വിട്ടുള്ള ഒരു കിട്ടത്തില്ല നമുക്ക്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള കറിയായിട്ടിരിക്കും. ഇങ്ങനെ കൂടിക്കലർന്ന് നമ്മുടെ പുഴുക്കൊക്കെ ഇരിക്കില്ലേ, അതുപോലെ ഇരിക്കും. ഇതുപോലെ ഉതിർന്നിരിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പീരയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക. അത് ഇട്ട ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഈ തേങ്ങാപ്പീര കൂട്ടും അതുപോലെ തന്നെ ഈ ബീൻസ് വെന്തതും കൂടി നന്നായിട്ട് ഇളക്കി ചേർക്കാം. നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബീൻസ് ഉപ്പിട്ട് വേവിക്കാതെ തേങ്ങാപ്പീരയിൽ നമുക്ക് ഉപ്പ് ചേർത്ത് ചതച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കത് ഒതുക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് താളിച്ചിടാനുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വളരെ കുറച്ച് അളവിൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം. എൻ്റെ കയ്യിലില്ലായിരുന്നു. വറ്റൽമുളക് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കുക. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസിലേക്ക് ഇട്ട് കൊടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകരുത് നമ്മുടെ ഈ താളിപ്പ്. അത്യാവശ്യം ഒരു മീഡിയം കളറായി വരുമ്പോഴത്തേനും നമ്മുടെ ബീൻസ് വേവിച്ചത് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും അത് ലോ ഫ്ലെയിമിലാണെന്ന് ഓർക്കണം. ഇത് ഇട്ട ശേഷം നമ്മുടെ താളിച്ചു കൂട്ടിയ കൂട്ട് ഇട്ട ശേഷം നമ്മൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഭയങ്കര സിമ്പിൾ അല്ലേ? എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ബീൻസ് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തേക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റെസിപ്പി നമ്മൾ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.